ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിഷയം: ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഹല്ലേലൂയ. യെഹെസ്കേൽ 6:14 പറയുന്നു. ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേൽ പ്രവാചകന് ഉണ്ടായത് എന്തെന്നാൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിൻ്റെ പൂജാഗിരികൾ, ബലിപീഠങ്ങൾ നശിപ്പിക്കും. ഹല്ലേലൂയ. നിഹതന്മാരെ നിങ്ങളുടെ മുൻപിൽ വീഴിക്കും. ഹല്ലേലൂയ. നിഹതന്മാർ നിങ്ങളുടെ മുൻപിൽ വീഴിക്കുമെന്ന് പറഞ്ഞാൽ മരണപ്പെടും. ഹല്ലേലൂയ. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെഹെസ്കേൽ അധ്യായം 7:18 പറയുന്നു. യഹോവ യെഹെസ്കേലിനെ കാണിച്ചത് ഇസ്രായേലിൻ്റെ മ്ലേച്ഛത. ആലയത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ആകയാൽ യഹോവ ക്രോധത്തോടെ പ്രവർത്തിച്ചു. ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും, ഹല്ലേലൂയ, നിറഞ്ഞിരിക്കുകയാൽ ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട്, ഹല്ലേലൂയ, അതായത് ഇസ്രായേലിനോട്, ഹല്ലേലൂയ, 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 അപ്പോൾ തന്നെ യഹോവ പകരം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യഹോവ പകരം ചെയ്യും. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേൽ 48 അധ്യായങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 48 അധ്യായങ്ങളുണ്ട്. യഹോവ ഈ വാക്ക് പറയുന്നത് പല പ്രാവശ്യം നമുക്ക് കാണാം. അതായത് ഇസ്രായേലിൻ്റെ പല കുറവുകളും അവർ ചെയ്ത മ്ലേച്ഛതകളും എങ്ങും നടന്നിട്ടില്ലാത്ത രീതിയിൽ കർത്താവിന് എതിരായിട്ട് കർത്താവിനെ കോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ശിക്ഷ കൊടുത്തിട്ട് പറയുന്നത്, ഞാൻ യഹോവയെന്ന് ഇവർ അറിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം അബ്രഹാമിന് കൊടുത്ത, ഹല്ലേലൂയ, വാഗ്ദത്തപ്രകാരം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം, ഹല്ലേലൂയ, തൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ആ വാഗ്ദത്തപ്രകാരം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിസ്രൈമിലെ റമസേസിൽ എന്ന സ്ഥലത്ത് നിന്നും പുറപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 13-ാം അധ്യായത്തിൽ വിവരിച്ചു പറയുന്നുണ്ട്. പ്രിയരെ, പുറപ്പാട് 13-ാം അധ്യായം വിവരിച്ച് പറയുന്നുണ്ട് ആ വിഷയം. പ്രിയരെ, 11 ദിവസത്തെ യാത്ര മാത്രമായിരുന്നു. ഹല്ലേലൂയ. 11 ദിവസത്തെ മാത്രമായിരുന്ന യാത്ര 40 സംവത്സരമെടുത്തു. ഹല്ലേലൂയ. ഈ സംവത്സരം യഹോവയോടുള്ള ബന്ധം, നിയമം, ചട്ടം എങ്ങനെ ആയിരിക്കണമെന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. പഠിക്കുവാൻ വേണ്ടിയായിരുന്നു. യഹോവയായ ദൈവം അവരുടെ കൂടെ വസിച്ചിട്ടും, ഹല്ലേലൂയ, അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും, ഹല്ലേലൂയ, അറിഞ്ഞു നൽകിയിട്ടും, ഹല്ലേലൂയ, 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 അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവരുടെ മധ്യേ ചെയ്തിട്ടും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർ തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പഠിച്ചില്ല. അവർ പഠിക്കാത്ത നിന്നതിനാലാണ് 40 വർഷം ചിലവിട്ടത്. ഹല്ലേലൂയ. 40 വർഷം എടുത്തിട്ടും
ഇസ്രായേൽ കർത്താവിൻ്റെ ചട്ടവും നീതിയും പഠിച്ചിട്ടില്ല, കർത്താവിനെ അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതാണ് ഏറ്റവും യഹോവയായ ദൈവത്തിനുണ്ടായ വിഷമം ഈ ജനത്തോട്. ഈ ജനത്തെ ഉപയോഗിക്കുന്നത്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ ജനസമൂഹത്തിൽ നിന്നും, ഭൂമിയിലുള്ള ജനസമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഇവർക്ക് കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും നിയമവും പഠിപ്പിച്ചാൽ ഇവരിൽ കൂടെ മറ്റു ലോകമറിയുവാൻ വേണ്ടിയാണ്, ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഹാലേലുയ, അതിനാലാണ് 40 വർഷം എടുത്തത്. ആ 40 വർഷം എടുത്തിട്ടും അവർ ശരിയായില്ല, അവർ പഠിച്ചില്ല. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ആ ഇസ്രായേൽ തന്നെയാണ് ഇന്നത്തെ ദൈവജനവും ദൈവസഭയും. ഹാലേലുയ. ഇന്നത്തെ ദൈവസഭകൾക്ക് ഇതേ അനുഭവം തന്നെയാണ്. അവർ ആത്മീയ ആശയം, ആത്മീയ കാഴ്ചപ്പാടില്ലാതെ ഭൗതിക കാഴ്ചപ്പാടിൽ വചനം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർ മുന്നോട്ട് പോകുന്നത് ഇതാണ് ഇന്ന് സഭകളിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പല സഭകൾ കണ്ടു, പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പോയി. ഹല്ലേലൂയ. അവിടെയൊക്കെയും ആത്മീയതയുടെ ലെവൽ, കൃപാവരങ്ങളില്ല, അതിനാൽ അഭിഷേകമില്ല. അതിനാൽ ഇവ മറ്റ് സഭകളെപ്പോലെ ആയിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, ജീവിച്ചിട്ട് കഷ്ടത അനുഭവിച്ച് ജനത്തിനു വേണ്ടി യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഹല്ലേലൂയ പിതാവായ ദൈവം ഉയർപ്പിച്ച് ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്ത് താൻ ദൈവമെന്ന് കാണിച്ചു തന്നു. ഹല്ലേലൂയ. എന്നിട്ടും ഹല്ലേലൂയ ലോകത്തിലെ വലിയൊരു ജനസംഖ്യയും അറിയുന്നില്ല. അവർ ക്രിസ്ത്യാനിറ്റി എന്നുള്ള പേര് വെച്ചിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനുള്ളിൽ നടക്കുന്ന അധർമ്മമൂർത്തിയുടെ മണവാട്ടി സഭയായ ഹല്ലേലൂയ, ആ സഭയുടെ വിവരങ്ങളാണ് കൊടുക്കുന്നത്, അവർ പഠിപ്പിക്കുന്നത്. പുറമേ കർത്താവിനെ അറിയാത്ത ജനം, ലോകജനം കാണുമ്പോൾ ഇത് ക്രിസ്ത്യാനിറ്റി. എന്നാൽ ഇന്ന് വ്യത്യാസമുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവെടുത്തത് കൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇവർ ചെയ്യുന്നത് അധർമ്മമൂർത്തിയുടെ ആരാധനയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മാതാവിനെ പൂജിക്കുക, പുണ്യവാളന്മാരെ പൂജിക്കുക. ഹല്ലേലൂയ. ഈ വക പ്രവർത്തനങ്ങൾ, ചില ചടങ്ങുകൾ, ഹല്ലേലൂയ, ഇതെല്ലാം പഠിപ്പിച്ചിട്ട് തൻ്റെ ആ സഭകളിൽ നിൽക്കുന്ന ജനത്തെ കർത്താവിനോട് അടുക്കുവാൻ സമ്മതിക്കുന്നില്ല. അത് പൈശാചിക തന്ത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അതാണ് ഇന്ന് ഹല്ലേലൂയ, അതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഹല്ലേലൂയ ക്രൂശിൽ യാഗമായി തീർന്നത്. അപ്പാ ഹല്ലേലൂയ, ക്രൂശിൽ യാഗമായി തീർന്ന് കർത്താവിൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എന്നിട്ടും ഹല്ലേലൂയ വെള്ളത്താൽ സ്നാനമേറ്റിട്ട് തീയാലും ആത്മാവിനാലും സ്നാനം ഉണ്ട് ഈ ജനത്തിന്. അത് ഏൽക്കുന്നില്ല. അത് ജനത്തിൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ ആലോചിക്കുക എവിടുന്ന് വരുന്ന പ്രശ്നമാണെന്ന്. ഹല്ലേലൂയ. ഞാനത് വിവരിക്കുന്നില്ല, വിവരിച്ചാൽ ഒരുപാട് സമയം പോകും. ഹല്ലേലൂയ. എല്ലാം ഭൗതിക കാഴ്ചപ്പാടിൽ കാണുകയാണ്. ഞാൻ പറയുന്നത് സഭകളുടെ മേൽത്തട്ടുവിനെയാണ്. ഹല്ലേലൂയ. മിനിസ്ട്രിയെയാണ്. ഭൗതിക കാഴ്ചയിൽ കാണുന്നത് കൊണ്ട് ആത്മീയ കാഴ്ചപ്പാട് ഇല്ല അവർക്ക്. ഹല്ലേലൂയ. അതായത് അവരുടെ വിഷയങ്ങളും അവരുടെ പ്രവർത്തന രീതികളും എല്ലാം ഭൗതിക കാഴ്ചപ്പാടുകളിൽ കൂടെയാണ്. ആത്മീയത കാണുന്നില്ല, അഭിഷേകം കാണുന്നില്ല, ആത്മമണ്ഡലത്തിൽ എത്തുന്നില്ല. പുതിയ നിയമം പഠിക്കുവാണെങ്കിൽ പുതിയ നിയമം നോക്കുക. പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വെള്ളത്താൽ സ്നാനമേറ്റു. അത് കഴിഞ്ഞ് ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. തൻ്റെ പിന്നാലെ ജനം കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഹല്ലേലൂയ മുന്നോട്ട് പോയി താൻ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ മരിച്ച് നമ്മെ മറുവിലയ്ക്കായി എടുത്തു, നമ്മെ വീണ്ടെടുത്തു. എന്നിട്ടും
ഇന്നത്തെ ദൈവസഭകളും ദൈവമക്കളും ഇത് തിരിച്ചറിയുന്നില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, അന്ത്യനാളിൽ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹാലേലുയ. അത് തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള ദേശം, നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്, ഹാലേലുയ, ആത്മീയമായി എവിടെ നിൽക്കുന്നെന്ന് നോക്കുക. അത് തെറ്റ് നമ്മുടെ ദൈവസഭകളുടേതാണ്. ഹാലേലുയ. അതാണ് ദൈവസഭകളുടേതെന്ന് പറഞ്ഞാൽ മേൽത്തട്ടിലുള്ള, ഹാലേലുയ, മിനിസ്ട്രിയുടെ പോക്കാണ്. ഞാൻ പല പ്രസംഗങ്ങളും പല ദൈവദാസന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. അതിലൊക്കെയും സംഭവിക്കുന്നത് ഇതാണ്. ഹാലേലുയ, ഹാലേലുയ. അഭിഷേകത്തെപ്പറ്റി പറയുന്നേ ഇല്ല. അഭിഷേകം പ്രാപിക്കണമെന്നില്ല. ഹാലേലുയ, സ്തോത്രം. അഭിഷേകം പ്രാപിക്കാത്തിടത്തോളം കാലം, ഹാലേലുയ, ഹാലേലുയ, മറ്റ് സഭകളെ പോലെ ഉള്ളൂ. മറ്റു സഭകളിൽ സ്നാനമില്ല, പരിശുദ്ധാത്മാവില്ല. ഹാലേലുയ. എന്നാൽ അതുപോലെ ആയിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിങ്കൽ, ഹാലേലുയ, ഹാലേലുയ, കർത്താവിൻ്റെ വരവിങ്കൽ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹാലേലുയ. അവൻ സഭയെ ചേർപ്പാൻ വേഗം വരും. ഹാലേലുയ. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ ഈറ്റുനോവാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്. ഹാലേലുയ. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഹാലേലുയ, മത്തായി 24:3-14 വരെ പറയുന്നുണ്ട്. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. അത് പഠിക്കുക. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഞാൻ ആത്മാവിനാൽ പറയുന്നത് എന്തുകൊണ്ട് മനസ്സിലാക്കുക. ഹാലേലുയ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നമുക്ക് ജയമതാണ്. ആര് ലോകത്തിൽ എന്ത് കാണിച്ചാലും, തലകുത്തി മറിഞ്ഞാലും, ഹാലേലുയ, ലൂസിഫറിൻ്റെ സംഘം തലകുത്തി മറിഞ്ഞാലും ജയം നമുക്കാണ്. നമ്മുടെ കർത്താവ് വേഗം വരും. ഹാലേലുയ. വേഗം വരും, വേഗം വരും. ഹാലേലുയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത് കൊണ്ട് ലൂസിഫറിന് വരുവാൻ കഴിയില്ല. അവനെ തടങ്കലിട്ടിരിക്കുകയാണ്. അവൻ്റെ അനുയായികളാണ്, കിങ്കരന്മാരാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാലേലുയ, ഹാലേലുയ. നമ്മുടെ ഇന്ത്യയും ആത്മീയതയിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങൾ സഭകളെ നോക്കൂ. ഹാലേലുയ. ദൈവസഭകളെ നോക്കൂ. ഇന്നും അവർ, ഹാലേലുയ, ഹാലേലുയ, ഭൗതിക കാഴ്ചപ്പാടിക്കൂടാണ് പോകുന്നത്, സംഘടിപ്പിക്കുന്നത്. ഹാലേലുയ. ആത്മീയ കാഴ്ചപ്പാടില്ല, ആത്മീയ ആശയമില്ല. തിരുവചനം മൊത്തം ആത്മീയ കാഴ്ചപ്പാടിക്കൂടെ നാം നോക്കുമ്പോൾ, ഹാലേലുയ, ഹാലേലുയ, ആത്മീയ ആശയങ്ങളാണ് കിടക്കുന്നത്. അത് ആശയങ്ങൾ കാഴ്ചപ്പാടും മനസ്സിലാകണമെങ്കിൽ, ഹാലേലുയ, അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഉള്ളം കണ്ണ് തുറക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതിന് അഭിഷേകം ആവശ്യമാണ്. ഹാലേലുയ. അഭിഷേകം ഉണ്ടായെങ്കിലേ പറ്റൂ. തിരുവചനം, പുതിയ നിയമം പഠിപ്പിക്കുന്നതാണ്. ക്രിസ്തു നിയമം, ക്രിസ്തു മാർഗം അതാണ്. പ്രിയമുള്ളവരെ, ഹാലേലുയ. നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർത്തും ജാഗരിച്ചും പ്രത്യാശിച്ചും ഇരിക്കാം. ആമേൻ. കർത്താവേ, ഹാലേലുയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ, ഹാലേലുയ, സ്തോത്രം. ആമേൻ.